അസ്സലാമു അലൈക്കും. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. പൊതുപരീക്ഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും 5ാം ക്ലാസ്. വിഷയം തജ്വീദ്. പാഠം 1. ഹംസത്തുൽ വസ്ൽ. ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്ത്? ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുന്നതുമായ ഹംസയെ ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. ഉദാഹരണം: വഖ്ശൗനുൽ യൗം. ഇതിൽ അൽ യൗം എന്നത് കൂട്ടി വായിക്കുമ്പോൾ വഖ്ശൗനുൽ യൗം എന്ന് വായിക്കപ്പെടുന്നു. പാഠം 6. ഹംസത്തുൽ ഖത്അ. ഹംസത്തുൽ ഖത്അ എന്നാൽ എന്ത്? തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസയെ ഹംസത്തുൽ ഖത്അ എന്നു പറയുന്നു. ഉദാഹരണം: ഇസ്മുഹു അഹ്മദ്. ഇവിടെ അഹ്മദ് എന്നതിൻ്റെ ഹംസയെ ഇസ്മുഹു അഹ്മദ് എന്ന് തന്നെ വായിക്കപ്പെടുന്നു. പാഠം 7. വഖഫ്. ഖുർആൻ പാരായണം ചെയ്യുന്നവർ അറിയൽ നിർബന്ധമാണ് എന്ത്? ഖുർആനിൽ വഖഫ് ചെയ്യുന്നതിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. വഖഫ് എന്നാൽ എന്ത്? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് ചെയ്യാനും തുടങ്ങാനും സ്ഥലം യോജിച്ചതാണോ എന്ന് തീരുമാനിക്കുന്നത് എന്ത് അനുസരിച്ചാണ്? കലാമിൻ്റെ മഅനയും അഥവാ അർത്ഥവും ഘടനയും അനുസരിച്ചാണ്. അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാൻ ഖുർആനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവ നോക്കി വഖഫ് ചെയ്യാവുന്നതാണ്. വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. അവസാന അക്ഷരത്തിന് തൻവീൻ ഉണ്ടെങ്കിൽ കസ്ർ തൻവീനിനെയും ലമ്മ് തൻവീനിനെയും കളയണം. ഉദാഹരണം: ഖുൽ ഹുവല്ലാഹു അഹദ്. ഇവിടെ അഹദുൻ എന്നത് അഹദ് എന്ന് വായിക്കണം. ഫത്ഹ് തൻവീൻ ആണെങ്കിൽ അലിഫായി മറിച്ച് ഒരു അലിഫിൻ്റെ ഖദർ നീട്ടി ഓതണം. ഉദാഹരണം: വസ്വാഫാത്തി സഫൻ എന്നുള്ളത് സഫ എന്ന് ഓതണം. ഹ താ ആണ് അവസാന അക്ഷരമായി വന്നതെങ്കിൽ ഫത്ഹ് തൻവീൻ ആണെങ്കിലും അതിനെ കളയുകയാണ് വേണ്ടത്. സക്ത എന്നാൽ എന്ത്? ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയുന്നു. ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് സക്ത ചെയ്യേണ്ടത്. ഒന്ന് അൽ കഹ്ഫ് സൂറത്തിലും 2 യാസീൻ സൂറത്തിൽ, 3 ഖിയാമയിൽ, 4 മുത്തഫിഫീനിൽ. ഈ പറയുന്ന ആയത്തുകളിലാണ് ചെയ്യേണ്ടത്. പാഠം 7. വഖഫിൻ്റെ അടയാളങ്ങളും വ്യാഖ്യാനവും. ഇതിൽ കൊടുത്ത കുറച്ച് അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾക്ക് പറയുന്ന പേരും ആ അടയാളങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതുമാണ് ഇവിടെ പറയുന്നത്. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ടവയാണിതെല്ലാം.